ഹായ് ഗൈസ്, എല്ലാവർക്കും എന്താ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് കോഴിക്കോട്ടേക്കാണ്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ട്രെയിനിനാണ് ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ കുറ്റിപ്പുറം ടൗൺ എത്തി. പിന്നെ ഞങ്ങൾ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. കയറിയപ്പോൾ തന്നെ മൂത്തമ്മാൻ്റെ മോനെയാണ് കണ്ടത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ വരെ ഓട്ടോറിക്ഷയിലാണ് പോയത്. പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞാൻ മേലത്തെ സീറ്റിലാണ് ഇരുന്നത്. പിന്നെ മേലത്തെ സീറ്റ് ഇരുന്നുകൊണ്ട് കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ലുലു മാളിലേക്ക് പോയി. ആരൊക്കെ ലുലു മാൾക്ക് പോയിട്ടുണ്ട് എന്നൊന്ന് പറയണേ. എവിടെ നോക്കിയാലും അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ ലുലുന്ന് ഇതൊക്കെ കണ്ടു. അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോഴാണ് വേറൊരു സ്ഥലത്തെത്തിയത്. അവിടെ കണ്ട് കയറിയപ്പോൾ തന്നെ കുറേ മുട്ടായികളുണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ. വിക്സും ഗാലക്സിയും സ്നിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ കുറേ നടന്നപ്പോൾ അവിടെ കുറേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. പിന്നെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ടാവുന്ന ആ ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല പൈസ ഉണ്ടായിരുന്നു അതിനൊക്കെ. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഉണ്ട് കുറേ ഈത്തപ്പഴമൊക്കെ ഇരിക്കുന്നു. അവിടെയാണെങ്കിലോ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി വെച്ചിങ്ങനെ എവിടെ പോയാലും ഇങ്ങനത്തെ പല പല വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും. പിന്നെ ഉച്ചയായപ്പോൾ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി. അപ്പോഴാണ് ഞങ്ങൾ അവിടെ വെൻഡിങ് മെഷീൻ കണ്ടത്. പിന്നെ അവിടെ കുറേ ഗെയിംസിൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തായാലും എമിയും ഫൈസൊക്കെ അയിമ കുറേ നേരം കളിച്ചു. പിന്നെ ഞാൻ വെറുതെ പോയി നോക്കി. നല്ല രസമുണ്ടായിരുന്നു കാണാനത്. പിന്നുണ്ട് എമി ഒരു കളി കളിക്കണ്. ആരെങ്കിലും ശരിക്കത്തെ കാർ എടുത്താൽ ഓൻ കൊണ്ടുപോയി ഇടിക്കൊന്നുമില്ല കേട്ടാ. പിന്നെ ഞങ്ങൾ സുഡിയോക്ക് പോയി. അവിടെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളെക്കാട്ടിയും വലിയ സൈസായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എസ്കലേറ്ററിൽ കയറി. പിന്നെ ഞങ്ങൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചാണ്ട് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി. ഞങ്ങൾ ഒരു വട്ടം കോഴിക്കോട് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ലോങ് വീഡിയോ കിട്ടിയിട്ടില്ലെങ്കിലും ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കുറേ മുമ്പ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ വേണമെങ്കിൽ നോക്കിക്കോളേം. പിന്നെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഞങ്ങൾ പോന്നിട്ട് നേരെ പോയത് മുട്ടായിത്തെരുവിലേക്കാണ്. അവിടെ ആണെങ്കിൽ കുറേ വാച്ചും ഡ്രസ്സും കമ്മലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നൊരു ഡ്രസ്സ് എടുത്തു. പിന്നെ അവിടെ ലുലു മാളിനെക്കാട്ടും തിരക്കുണ്ടായിരുന്നു മുട്ടായിത്തെരുവിൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു ലൈസൊക്കെ വാങ്ങി തിന്നു. മാമ വാങ്ങി തന്നതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ കോഴിക്കോട് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ ബായ്.